സ്ക്രീനിലൂടെ നമുക്ക് കാണാം. അതായത് നമ്മൾ ചെയ്യാൻ പോകുന്നത് ലീഡ് ഇൻസ്റ്റൻറ്റ് ഫോമാണ്. ഓക്കെ, ലീഡ് അതായത് നമ്മുടെ ആഡിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഫോം വരും. ആ ഫോമിൽ നമുക്ക് വേണ്ട എല്ലാ ചോദ്യങ്ങളും ഇൻക്ലൂഡ് ചെയ്യാം. ഓക്കെ, അതായത് നമ്മൾ ഇൻസ്റ്റയിലോ ഫേസ്ബുക്കിലോ ആഡ് പോയിട്ട് ഒരു യൂസർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവർക്കൊരു ഫോം വരും. വെബ്സൈറ്റല്ല വരിക, ഒരു ഫോം വരും. ആ ഫോമിൽ എന്തൊക്കെ കാര്യങ്ങൾ ചോദിക്കണം. അപ്പോൾ ഞാനൊരു കോളേജിന് വേണ്ടിയിട്ട് ഒരു ആഡ് ചെയ്യാമെന്ന് വിചാരിക്കുക, BTech ഏതെങ്കിലും കമ്പ്യൂട്ടർ സയൻസ്. അപ്പോൾ ആ ഫോമിൽ ക്ലിക്ക് ചെയ്തിട്ട് അവരുടെ പേര്, നമ്പർ, ഇമെയിൽ, വേണമെങ്കിൽ എനിക്ക് എക്സ്ട്രാ ചോദ്യങ്ങൾ, +2 ഏതാ എടുത്തത്, സയൻസ് ആണോ കമ്പ്യൂട്ടർ സയൻസ് ആണോ, അങ്ങനെയുള്ള ചോദ്യങ്ങൾ, ഇവിടെ ജോയിൻ ചെയ്യാൻ ഇൻട്രസ്റ്റഡ് ആണോ, അങ്ങനെ എല്ലാ ചോദ്യങ്ങളൊക്കെ ചോദിച്ചിട്ട് ഈ ഫോം ഫില്ല് ചെയ്യുന്ന സമയത്ത് ഈ ഫോമിൻ്റെ ഡാറ്റ ഒരു ഷീറ്റിലോട്ടാടാവും. ഈ ഫോം ആരൊക്കെ ഫില്ല് ചെയ്യുന്നു ആ ഫില്ല് ചെയ്യുന്ന ഡാറ്റ ഒക്കെ ഒരു ഷീറ്റിൽ ഉണ്ടാവും. എന്നിട്ട് ആ ഷീറ്റ് നമ്മൾ ടെലികോളറിന് കൊടുത്ത് ടെലികോളർ വിളിക്കുകയാണ് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ മെജോറിറ്റി ചെയ്യാറ് ഈ ഷോറൂമുകാരൊക്കെ ചെയ്യാറുണ്ട് ടെസ്റ്റ് ഡ്രൈവിന് വേണ്ടിയിട്ട്. ബുക്ക് നൗ എന്ന് പറയുന്ന ബട്ടൺ, ബുക്ക് നൗ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫോം വരും. ആ ഫോമിൽ സിറ്റി ഉണ്ടാവും, നെയിം ഉണ്ടാവും, ഫോൺ നമ്പർ ഉണ്ടാവും, എല്ലാതും ഉണ്ടാവും. അവർ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, ഈ ഡാറ്റ അവരിലോട്ട് പോവും. ദെൻ എന്ത് ചെയ്യും, ഇവർ വിളിക്കും. അതാണ് പരിപാടി. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ലീഡ് ഇൻസ്റ്റൻറ്റ് ഫോം ചെയ്യാന്നുള്ളതാണ് നോക്കാൻ പോകുന്നത്. ഓക്കെ, ലീഡ് ഇൻസ്റ്റൻറ്റ് ഫോം. സെയിം മെത്തേഡ്, അതായത് നമ്മൾ ട്രാഫിക് ചെയ്യുന്നതൊക്കെ സെയിം മെത്തേഡുകൾ തന്നെയാണ്. ലൊക്കേഷൻ, ഡീറ്റെയിൽ ടാർഗറ്റിങ്, ഇതൊക്കെ സെയിം തന്നെയാണ്. അപ്പോൾ ഇവിടെ വ്യത്യാസം ഇത്രേ ഉള്ളൂ, ആഡിൽ ക്ലിക്ക് ചെയ്താൽ ഒരു ഫോം വരണം. ആ ഫോം ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, കാരണം ഈ ഫോം ലീഡ്സ് കുറേ ചെയ്യും, ആൾക്കാർക്ക് ചെയ്യും. കാരണം ഇത് നമുക്ക് ഫിൽറ്റർ ചെയ്യാൻ പറ്റും കസ്റ്റമേഴ്സിന്. നമുക്ക് വേണ്ട കസ്റ്റമറെ മാത്രം ഫിൽറ്റർ ചെയ്ത് ചോദ്യങ്ങളൊക്കെ ഫില്ല് ചെയ്താലാണല്ലോ സബ്മിറ്റ് കൊടുക്കാൻ പറ്റുക. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള ആൾക്കാരിൽ നിന്ന് എന്ത് ചെയ്യാൻ പറ്റും. ഇപ്പം ഞാനൊരു സ്കിൻ കെയർ ക്ലിനിക്കിന് വേണ്ടിയിട്ട് ലീഡ് ഇൻസ്റ്റൻറ്റ് ഫോം ചെയ്യുന്നുണ്ട്. അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഡെർമറ്റോളജിസ്റ്റാണ്. ഓക്കെ, അപ്പോൾ അവരെ പ്രോബ്ലംസ് ഉണ്ടാവും, അവർ ഫില്ല് ചെയ്യേണ്ടി വരും. എത്ര കാലമായിട്ട് ഈ പ്രോബ്ലം ഉണ്ട്, എപ്പോഴാണ് വരാൻ പറ്റുക, ഇമ്മീഡിയറ്റ് വരാൻ പറ്റുമോ, അങ്ങനെയാണെന്നില്ലെന്നൊക്കെയാണ് ഇല്ലത്. ഓക്കെ, സോ ക്രിയേറ്റ് പോവാം, നോർമൽ പോകാതെ. അപ്പോൾ ഞാൻ ഫോം എങ്ങനെ ക്രിയേറ്റ് ചെയ്യാന്നുള്ളത് മാത്രമാണ് പറയാൻ പോകുന്നത്. ഇവിടുന്ന് ഈ പരിപാടി ഇപ്പോൾ പറഞ്ഞ ലീഡ് ഇൻസ്റ്റൻറ്റ് ഫോം, ഇതിൻ്റെ പേരെന്താ, ലീഡ്. ഈ ഇൻസ്റ്റൻറ്റ് ഫോം ഇല്ലത് ലീഡ്സിലാണ്, വേറെ ഒന്നിലും ഇതില്ല. ലീഡ്സിൻ്റെ ഉള്ളിലാണ് ഇതില്ലത്. ലീഡ്സ് എടുത്തു, കണ്ടിന്യൂ പോയി, ബാക്കിയൊക്കെ നോർമൽ ക്യാമ്പയിൻ ചെയ്യുന്ന പോലെ തന്നെ. ഇവിടുന്ന് രണ്ടാമത്തെ ആഡ്സെറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാം. ഓക്കെ, ചെയ്തിട്ടുണ്ട്. ദെൻ മൂന്നാമത്തെ ആഡ്സെറ്റിലാണ്, മൂന്നാമത്തെ ആഡ് എന്ന് പറയുന്ന സ്റ്റെപ്പിലാണ് നമ്മൾ ഈ ഫോമും ഇമേജ് അപ്ലോഡിങ് ഒക്കെ അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, നോർമൽ വരുന്ന പോലെ തന്നെ ഇവിടെ വന്ന് ഡെസ്റ്റിനേഷൻ, ഇവിടെ താഴെ പോയി കഴിഞ്ഞാൽ സെറ്റപ്പ് ക്രിയേറ്റ് പോയിട്ട് ഇമേജൊക്കെ അപ്ലോഡ് ചെയ്യുക, അതൊക്കെ നിങ്ങൾക്ക് അറിയാം അല്ലേ. ഫോം ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷനാണ് ഇവിടെ. ഡെസ്റ്റിനേഷൻ്റെ താഴെ കണ്ടോ ഇൻസ്റ്റൻറ്റ് ഫോം എന്ന് പറഞ്ഞിട്ട്, ഇവിടെയാണ് ഈ പേര്. ഇവിടെ ക്രിയേറ്റ് ഫോം ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ക്രിയേറ്റ് ഫോം. ഈ ക്രിയേറ്റ് ഫോം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫോമിനൊരു പേര്, ഈ റൈറ്റ് സൈഡ് കാണുന്ന കേട്ടോ ഫോം, ഡമ്മി ഫോം. നിങ്ങൾ ഉണ്ടാക്കാൻ പോകുന്ന ഫോം ഇതാണ്. ദെൻ ഇവിടെ ഈ ഫോം ആരെങ്കിലും ഫസ്റ്റ് ആഡ് ക്ലിക്ക് ചെയ്ത് ഇങ്ങനെ വരും. ഇതല്ല, ഈ കണ്ടിന്യൂ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക, നെക്സ്റ്റ് ഇത് വരും, കോണ്ടാക്ട് ഇൻഫർമേഷൻ വരും, ഇതിലിപ്പോൾ എന്തൊക്കെയല്ലേ, ഇമെയിൽ, ഫുൾ നെയിം, ഫോൺ നമ്പർ. ഇത് ഫോൺ നമ്പർ ഓപ്ഷനിലാണെങ്കിൽ ഓപ്ഷനിലാക്കാം, അല്ലാതെങ്കിൽ മാൻഡറ്ററി ആണെങ്കിൽ മാൻഡറ്ററി ആക്കാം. സിറ്റി ആഡ് ചെയ്യുക, ഇതിൽ വേറെ കുറേ ചോദ്യങ്ങൾ ആഡ് ചെയ്യുക, എക്സ്ട്രാ നമുക്ക് വേണ്ട ചോദ്യങ്ങൾ ആഡ് ചെയ്യുക. ഓക്കെ, അതായത് ഈ നെയിമും ഫുൾ നെയിമും ഫോൺ നമ്പറും ഒരാൾ ക്ലിക്ക് ചെയ്താൽ ഓട്ടോമാറ്റിക്കലി വരും. കാരണം നിങ്ങളുടെ ഫോൺ നമ്പറും ഇമെയിൽ ID യും പേരും സിറ്റിയൊക്കെ ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തുകൊണ്ട് തന്നെ ഇത് ഒരാൾ ക്ലിക്ക് ചെയ്ത് ഓട്ടോമാറ്റിക്കലി വരും. സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ആ ഡാറ്റ നമുക്ക് കിട്ടും. ഓക്കെ, ഡാറ്റ ഇവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യാന്നൊക്കെ പറഞ്ഞുതരാം. അപ്പോൾ ഇതിലില്ല കുറച്ച് പ്രീഫിൽ ക്വസ്റ്റ്യൻസ് ഉണ്ട്, അതായത് ഓൾറെഡി ഇല്ല ചോദ്യങ്ങളുണ്ട്. അതിന് പുറമേ ഉള്ള ചോദ്യങ്ങൾ നമുക്ക് ആഡ് ചെയ്യാം. ദെൻ ഈ ചോദ്യങ്ങൾ ഒരാൾ ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ട് കണ്ടിന്യൂ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുക, ഈ പേജിലോട്ട് വരും. ഈ പേജ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു പ്രൈവസി പോളിസി പേജ്. നേരെ താഴെ സബ്മിറ്റ് ബട്ടൺ ഉണ്ടാവും.
ഇവിടെ കണ്ടോ ഈ വ്യൂ ഡാറ്റ പോളിസി എന്നുള്ളത്, അത് നമ്മളെ കമ്പനിക്കൊരു പ്രൈവസി പോളിസി പേജ് വേണം. ഫേസ്ബുക്ക് വെബ്സൈറ്റിൽ ഒരു പേജ് ജസ്റ്റ് പ്രൈവസി പോളിസി തന്നെ ക്രിയേറ്റ് ചെയ്തിട്ട് കോമ്പറ്റീറ്ററിൻ്റെ പ്രൈവസി പോളിസി നേരെ കോപ്പി ചെയ്യും. അത് നമ്മൾ പേര് കാര്യങ്ങൾ മാറ്റിയിട്ട് കൊടുക്കുക. അതായത് ഈ കിട്ടുന്ന ഡാറ്റ ഒന്നും വേറെ കമ്പനികൾക്ക് വിൽക്കുന്നില്ല അങ്ങനെയൊക്കെ പറയുന്ന പേജ്. ഇപ്പോൾ അതില്ലാന്നുണ്ടെങ്കിൽ ഹോം പേജിൻ്റെ ഡൊമൈൻ്റെ ലിങ്ക് ഇട്ടാലും മതി, വേറെ കുഴപ്പമൊന്നുമില്ല. ദെൻ ഇത് പോയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, അടുത്ത പേജ് പോയി കഴിഞ്ഞാൽ ആ സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഡാറ്റ നമുക്ക് കിട്ടി. പിന്നെ താങ്ക്സ് യു ആർ ഓൾ സെറ്റ് ചെയ്യുന്നത്. ഈ ഇത്ര സ്റ്റെപ്പാണുള്ളത്. അപ്പോൾ ഈ ഓരോ സ്റ്റെപ്പും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഫോം നെയിം എന്നുള്ളത് വ്യക്തമായി പേര് കൊടുക്കുക. നമ്മൾ എന്താണോ ചെയ്യുന്നത് ഈ പേര് നോക്കിയിട്ട് നമ്മളിത് ഡൗൺലോഡ് ചെയ്യുക വേറെ ഭാഗത്ത് പോയിട്ട്. അപ്പോൾ ഇത് എന്തിൻ്റെ ആഡാണോ നമ്മൾ ചെയ്യാൻ പോകുന്നത് അതിന് വ്യക്തമായി പേര് കൊടുക്കുക. ഈ ഷീറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഏത് ലീഡാണെന്ന് അറിയണം. ഇപ്പോൾ ഏത് കോഴ്സിൻ്റെ ലീഡാണെന്നുള്ളത് എന്ത് ചെയ്യണം, അറിയണം. സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഇപ്പോൾ ഞാനിതൊരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സിൻ്റെ ഒരു ആഡാണെന്നുണ്ടെങ്കിൽ ഞാൻ പേരൊക്കെ കൊടുത്തു. ഓക്കെ, ഡേറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തു. ഫോം ടൈപ്പ് എന്ന് പറഞ്ഞാൽ 3 ഫോം ടൈപ്പ് ഉണ്ട്. എന്താ വ്യത്യാസം വെച്ചാൽ മോർവോളി ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ഫോം ഇവിടെ കണ്ടിന്യൂ ക്ലിക്ക് ചെയ്തു, ഈ ഡാറ്റ ഫില്ല് ചെയ്തു. ഈ ഡാറ്റ ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ നേരെ കണ്ടിന്യൂ കൊടുത്തു കഴിഞ്ഞാൽ വരാൻ പോകുന്നത് നേരെ ഇങ്ങോട്ടാണ്. അതായത് ഇത് സബ്മിറ്റ് ചെയ്യാനൊരു ഓപ്ഷൻ വരും. അപ്പോൾ എന്താ ചെറിയൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ നമ്പർ നവ്യപ്പോൾ വിളിക്കാട്ടോ. എന്താ പ്രശ്നം എന്ന് വെച്ചാൽ പ്രോബ്ലം എന്ന് വെച്ചാൽ ഈ ഹയർ ഇൻറ്റൻ്റ് ആണെന്ന് ഇപ്പോൾ ഇവിടെ ഈ ഡാറ്റ ഫില്ല് ചെയ്ത് ഉടനെ നേരെ സബ്മിറ്റ് വരുന്നത്. ഈ ഹയർ ഇൻറ്റൻ്റ് ആണെന്നുണ്ടെങ്കിൽ എന്താന്ന് വെച്ചാൽ ഈ ഡാറ്റ ഫില്ല് ചെയ്തിട്ട് ഈ ഡാറ്റ ശരിയാണോ എന്ന് ചെക്ക് ചെയ്യാൻ ഇവിടെ റിവ്യൂ യുവർ ഇൻഫോ ഉണ്ടാവും. ഓക്കെ, ഇൻഫോർമേഷൻസ് റിവ്യൂ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ എന്താ പ്രോബ്ലം എന്ന് വെച്ചാൽ ഈ നമ്പർ ഓട്ടോമാറ്റിക്കലി വരും. പക്ഷേ നിങ്ങൾ ഈ ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമൊക്കെ തുടങ്ങി വേറെ നമ്പറാവും, ചിലപ്പോൾ നിങ്ങളെ വിളിച്ചാൽ കിട്ടില്ല. അപ്പോൾ ആ നമ്പർ അല്ലേ ഒന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഒന്ന് റിവ്യൂ ചെയ്യണം, ഒന്നുകൂടി നോക്കാൻ കസ്റ്റമറിന് തോന്നും. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ റിക്വയർ ലീഡ്സ് ടു വെരിഫൈ ദർ ഫോൺ നമ്പർ വിത്ത് ഈ ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ ഈ നമ്പറിലോട്ട് ഒരു OTP വരും. അപ്പോൾ ഈ സിമ്മിലിട്ട നമ്പർ തന്നെയാണെന്നുള്ളത് ഉറപ്പ് വരുത്താൻ അവർക്ക് മാറ്റാനും പറ്റും. ദെൻ റിച്ച് ക്രിയേറ്റ് എന്ന് പറയുന്ന ഒന്നുമില്ല. റിച്ച് ക്രിയേറ്റ് എന്ന് പറഞ്ഞാൽ കുറച്ച് ഇമേജുകൾ ബാക്ക്ഗ്രൗണ്ടിൽ ആഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതാണ് വരുന്നത്. അപ്പോൾ മോർ വോളിയാണെങ്കിൽ മോർ വോളിയം നമ്മൾ സെലക്ട് ചെയ്തു. ഓക്കെ, ദെൻ നമ്മൾ എന്ത് ചെയ്തു, ഈ ഫ്ലെക്സിബിൾ ഫോം ഡെലിവറി ജസ്റ്റ് ഒന്ന് ഓഫ് ചെയ്താൽ മതി. കാരണം ഓരോരുത്തർക്കും ഓരോ രീതിയിൽ ഓരോ ചോദ്യങ്ങൾ കസ്റ്റമൈസ് ചെയ്ത് പോകുന്ന പരിപാടിയാണ്. നെക്സ്റ്റ് പോയി ഇവിടെ ഒരു ഗ്രീറ്റിംഗ് ആണ്. ഗ്രീറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഭാഗം, അതായത് ആഡിൽ ക്ലിക്ക് ചെയ്ത് ആദ്യം ഇതാ വരിക. ഇത് വരണ്ട, ഡയറക്റ്റ് ചോദ്യം വന്നാൽ മതി എന്നുണ്ടെങ്കിൽ ഇതാണ് ഓഫാക്കിയിടുക. ഇത് ഓണാക്കി കഴിഞ്ഞാൽ നിർബന്ധമായിട്ട് ഇത് ഫില്ല് ചെയ്യണം. ഇവിടെ വരിക ഹെഡ്ലൈൻ ടെക്സ്റ്റും പാരഗ്രാഫൊക്കെ. വേണ്ടാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്ത് ഓഫാക്കിയിടുക. ഓക്കെ, ദെൻ നെക്സ്റ്റ് പോയി കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് ക്വസ്റ്റ്യൻസ്. ഓക്കെ, ഈ ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ ഈ ഇവിടെ താഴേക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെ ഒരു ഡിസ്ക്രിപ്ഷൻ ഉണ്ട്, ചെറിയൊരു ഡിസ്ക്രിപ്ഷൻ. ഈ ഡിസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ ആഡ് ചെയ്യാനാണ്. ഇമെയിലിൻ്റെ ഇവിടെ മേലെ ഇപ്പോൾ അപ്ലൈ ആവുന്നോ ഫിൽ ദിസ് ഫോമെന്നോ എന്തുവേണമെങ്കിൽ നിങ്ങൾക്ക് കൊടുക്കാം. കണ്ടോ, ഇതവിടെ വരുന്നു. ഓക്കെ, അപ്പോൾ ഒരു കോളം ഉണ്ടെങ്കിൽ അത് ജസ്റ്റ് വിടാതെ ചെയ്യാം. ദെൻ ഇമെയിൽ, ഫുൾ നെയിം, ഫോൺ നമ്പർ. ഓക്കെ, ഇതിൽ ഫുൾ നെയിം മേലോട്ട് ഇടുക, ഇമെയിൽ, ഫോൺ നമ്പർ കണ്ടുകൊണ്ട് ഇങ്ങനെ ആഡ് ചെയ്യുക ചെയ്യാം. ഓക്കെ, ഇനി എന്ത് ചെയ്യുന്നത് വെച്ചാൽ ആഡ് കാറ്റഗറി പോയി കഴിഞ്ഞാൽ ഇവിടെ എന്ത് ചെയ്യുക, ഡെമോഗ്രാഫിക് ക്വസ്റ്റ്യൻസ്, ഡേറ്റ് ഓഫ് ബർത്ത്, റിലേഷൻസ് ആയിട്ട് എന്ത് വേണമെങ്കിലും ആഡ് ചെയ്യാം. എന്ത് ക്വസ്റ്റ്യൻസ് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ആഡ് ചെയ്യാം. ഡെമോഗ്രാഫിക് ക്വസ്റ്റ്യൻസ്, റിലേഷൻഷിപ്പ് ക്വസ്റ്റ്യൻസ്, സ്റ്റാറ്റസ് എന്ത് വേണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. ജോബ് ടൈറ്റിൽ ആഡ് ചെയ്യുക, ഫോൺ നമ്പർ ആഡ് ചെയ്യുക, ഇമെയിൽ ആഡ് ചെയ്യുക, കമ്പനി നെയിം ആഡ് ചെയ്യുക, എന്ത് വേണമെങ്കിലും ആഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, ദെൻ ഓൺലൈനിൽ സെയിൽസ് നടക്കുന്നുണ്ട്.
ഓക്കെ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് ഇപ്പോൾ ഫുൾ നെയിം, ഫോൺ നമ്പർ, ഇമെയിൽ അല്ലേ, ഇത് ഓപ്ഷനിൽ ആക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് എന്ത് ചെയ്യാം, ഓപ്ഷൻ ആക്കാം. ഓക്കെ. ദെൻ നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഇവിടെ എക്സ്ട്രാ ചോദ്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ആഡ് ക്വസ്റ്റ്യൻസിൽ പോയി ആഡ് ചെയ്യാൻ പറ്റും. ആഡ് ക്വസ്റ്റ്യൻസിൽ പോയി കഴിഞ്ഞാൽ മൾട്ടിപ്പിൾ ചോയ്സ് ഉണ്ട്. മൾട്ടിപ്പിൾ ചോയ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് ചോദ്യം സെറ്റ് ചെയ്യാനും പറ്റും, അവർക്ക് ഓപ്ഷൻസും ഉണ്ടാവും. ഇപ്പോൾ കോഴ്സ് എന്ന് കൊടുത്തു, വേണമെങ്കിൽ ഇവിടെ BCom BBA എങ്ങനെ വേണമെങ്കിലും കൊടുക്കുക, അവരത് സെലക്ട് ചെയ്ത് പോവാം. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ ചോദ്യം മാത്രം ഉത്തരം അവർ ഫില്ല് ചെയ്യണം. അങ്ങനെ ഉണ്ടെങ്കിൽ ഷോർട്ട് ആൻസർ. അപ്പോൾ എന്ത് ചെയ്യാം, ക്വസ്റ്റ്യൻസിൻ്റെ അവിടെ കറക്റ്റ് ഇപ്പോൾ കോഴ്സ് എന്ന് കൊടുക്കുകയാണെങ്കിൽ അവർ ടൈപ്പ് ചെയ്യണം, അവർക്ക് ഓപ്ഷനൊന്നുമില്ല, അവിടെ ടൈപ്പ് ചെയ്യണം. പിന്നെ ഓപ്ഷനിൽ കണ്ടീഷണലാണ്, ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡ്രോപ്പ് ഡൗൺ ആയിട്ട് വരുന്നത് കണ്ടീഷണലാണ് ഓപ്ഷന്, കണ്ടീഷണൽ വരുന്നത്. ദെൻ ഈ ഡീറ്റെയിൽസ് ഫില്ല് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഈ ഇത് പറഞ്ഞാൽ പ്രീഫിൽ ക്വസ്റ്റ്യൻസ് ആണ്, അതായത് മെറ്റേക്ക് ഓട്ടോമാറ്റിക്കലി ഡാറ്റ വരുന്ന ചോദ്യങ്ങളാണ്. അതിന് പുറമെ എല്ലാ ചോദ്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഇതിൻ്റെ മേലെ ആഡ് ക്വസ്റ്റ്യൻസ് പോയിട്ട് ആഡ് ചെയ്യേണ്ടത്. ഓക്കെ. ദെൻ നമ്മൾ എന്ത് ചെയ്യുന്നു, നെക്സ്റ്റ് പോയി ഇവിടെ ജസ്റ്റ് ലിങ്ക്, നിങ്ങളുടെ വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഇല്ലേ, നിങ്ങളുടെ വെബ്സൈറ്റിൻ്റെ ലിങ്ക് കാര്യങ്ങൾ എന്ത് ചെയ്യണം, ജസ്റ്റ് ഏത് കമ്പനീൻ്റെയാണോ ചെയ്യുന്നത് ആ കമ്പനിയുടെ ലിങ്ക് എന്ത് ചെയ്യണം, ഇവിടെ കൊണ്ടുപോയി പേസ്റ്റ് ചെയ്യണം. ദെൻ വേറെ ചേഞ്ചസ് ഒന്നുമില്ല. നെക്സ്റ്റ് പോവുക. അവസാനത്തെ സ്റ്റെപ്പ് ഇത്രയേ ഉള്ളൂ, ഒരു അക്നോളജ്മെൻറ്റ്, താങ്ക്സ് യുവർ ഓൾ സെറ്റ് എന്ന് പറയുന്നത്. വേണമെങ്കിൽ യു ക്യാൻ വിസിറ്റ് അവർ വെബ്സൈറ്റ്, അല്ലെങ്കിൽ അവർ എക്സിക്യൂട്ടീവ് വിൽ കോൺടാക്ട് യു ഷോർട്ട്ലി. ഇത് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ ഇവരാരും വിളിക്കണം, അല്ലാതെ വേറെ ഉപകാരങ്ങളൊന്നുമില്ല, ഇവരെ വിളിച്ചാലേ നടക്കത്തുള്ളൂ. ദെൻ ഗോ ടു വെബ്സൈറ്റ് ആണെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് ഒരു ബട്ടൺ ഉണ്ട്, വ്യൂ വെബ്സൈറ്റ്, വേണമെങ്കിൽ അവർക്ക് നമ്മളെ വെബ്സൈറ്റ് വിസിറ്റ് ചെയ്യുക, അവിടെയും കൂടി ലിങ്ക് കൊടുക്കുക. ദെൻ ഇത് കഴിഞ്ഞാൽ ക്രിയേറ്റ് ഫോം കൊടുക്കുക. ഇതെല്ലാം അതും ഗ്രീനിൽ ടിക്ക് മാർക്ക് ആണെന്നുണ്ടെങ്കിൽ ഓക്കെ ആയിരിക്കും, സംഭവം റെഡിയായി. ദെൻ പോസ്റ്റും കാര്യങ്ങളും ചെയ്തിട്ട് ചെയ്യാം. ലീഡ് ഇൻസ്റ്റൻറ്റ് ഫോം. പക്ഷേ ഈ ചോദ്യങ്ങൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ കസ്റ്റമറെ, ക്ലയൻറ്റിനെ ഫിൽട്ടർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതായത് ആവശ്യമില്ല, വല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ പണ്ടൊരു ജീവിതത്തിൽ ഫസ്റ്റത്തെ ആഡ് ചെയ്തത് ഇൻറ്റീരിയർ ഡിസൈൻ കോഴ്സാണ്. അപ്പോൾ ഇൻറ്റീരിയർ ഡിസൈൻ കോഴ്സിൻ്റെ പോസ്റ്ററിൽ കുറച്ച് ഇങ്ങനെ പ്ലൈവുഡ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ 20 ലീഡ് വന്നത് വഴി 20 ലീഡിൽ 16 ലീഡും ബംഗാളികളാണ്. അവർ ഈ പ്ലൈവുഡിൻ്റെ പണിയാണ് എഴുതിയിട്ട് എന്ത് ചെയ്തു, വെറുതെ ക്ലിക്ക് ചെയ്യണം. അപ്പോൾ അത് ഫിൽട്ടർ ചെയ്യാൻ വേണ്ടി കുറേ ചോദ്യങ്ങൾ ആഡ് ചെയ്തു, നിങ്ങൾ +2 ഏതാണ്, BCom ഏതാണ്. അപ്പോൾ അങ്ങനെ ചോദ്യങ്ങൾ ആഡ് ചെയ്യുമ്പോൾ ആവശ്യമുള്ളതാണ് ക്ലിക്ക് വരുള്ളൂ, മനസ്സിലായോ? അപ്പോൾ ഈ ചോദ്യങ്ങൾ എന്ത് വേണമെന്നുള്ളത് ChatGPT-നെ ചോദിക്കും. ഞാൻ ചെയ്യാൻ പോകുന്നത് ഈ ഒരു ആഡാണ്, ലീഡ് ഇൻസ്റ്റൻറ്റ് ഫോമാണ്, എനിക്ക് ക്വാളിറ്റി ലീഡ് വേണം. അപ്പോൾ എന്തൊക്കെ ചോദ്യങ്ങൾ ആഡ് ചെയ്യും, അപ്പോൾ കുറച്ച് ചോദ്യങ്ങൾ വരും, അതൊക്കെ എന്ത് ചെയ്യാം, ആഡ് ചെയ്യും. ഓക്കെ. അപ്പോൾ ഈ ലീഡിൻ്റെ ഉള്ളിൽ ഇപ്പോൾ ഞാൻ എടുത്തത് രണ്ടാമത്തെ സെറ്റിൽ കാണിക്കാൻ പോകുമ്പോൾ, രണ്ടാമത്തെ സെറ്റിൽ കൺവേർഷൻസ് ഉണ്ടല്ലോ, കൺവേർഷൻ്റെ ഉള്ളിൽ ഇൻസ്റ്റൻറ്റ് ഫോം എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്, അതാണ് എടുത്തത്. വെബ്സൈറ്റും ഉണ്ട്, വാട്സപ്പും ഉണ്ട്, എല്ലാതും ഉണ്ട്. ഇവിടെ ഇൻസ്റ്റൻറ്റ് ഫോം എന്ന് പറയുന്ന ഓപ്ഷൻ എടുത്താറുണ്ട്. ഇവിടെ ഇൻസ്റ്റൻറ്റ് ഫോം ആൻഡ് മെസ്സഞ്ചർ ഉണ്ട്, വെബ്സൈറ്റ് ഉണ്ട്, എല്ലാതും ഉണ്ട്. സിംഗിളിൻ്റെ താഴെ ഉണ്ട് ഇൻസ്റ്റൻറ്റ് ഫോം മാത്രം. ഇതാണ് എടുത്തത്, മെസ്സഞ്ചർ. അപ്പോൾ ഇതെല്ലാം നിങ്ങൾ ചെയ്തു നോക്കുക. ക്ലിക്ക് ചെയ്ത് ഇൻസ്റ്റാഗ്രാമിലോട്ട് പോകുന്നു, വാട്സപ്പിലോട്ട് പോകുന്നു. വാട്സപ്പ് ആണെങ്കിൽ വാട്സപ്പ് ബിസിനസ് വേണം, എല്ലാം അതും ചെയ്യും, ചെയ്ത് നോക്കും. നിങ്ങൾ രണ്ടാളും ഉണ്ടായിരുന്നോ ലാസ്റ്റ്? ആ വീഡിയോ ഉണ്ട്, കാണട്ടോ. അല്ലാതെ ഇതിൽ ജോലി കിട്ടും, കറക്റ്റ് വേഗം കിട്ടാമെന്ന് പറയുകയാണ്, നേരെ പഠിച്ചോ. അപ്പോൾ ഇത് ആഡ് എല്ലാതും ചെയ്ത് നോക്കി. ഓരോ കാറ്റഗറി വെച്ച് ഓരോ ബിസിനസ്സിന്, റെസ്റ്റോറൻറ്റ് ബേസ് ചെയ്ത്, അങ്ങനെ ഹോസ്പിറ്റൽ, ഒരു ക്ലിനിക്കിന് വേണ്ടി ചെയ്ത് നോക്കും. ഒരു സ്കിൻ കെയർ ക്ലിനിക്കാണ് വിചാരിക്കും.
സ്കിൻ കെയർ ക്ലിനിക്കിന് നല്ല ലീഡുകൾ വേണം, അവരുടെ പ്രോബ്ലംസ് കാര്യങ്ങളൊക്കെ വെച്ചിട്ട്. അപ്പോൾ എന്തൊക്കെ ആവും നോക്കിയിട്ട് ഒരു ആഡ് സെറ്റ് ചെയ്യും, ലീഡ് ഇൻസ്റ്റൻറ്റ് ഫോം.